അല്പം വൈകിയത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഉള്ള ഫിഗറും നിങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്ത ഫിഗറും തമ്മിൽ ഒരു പൊരുത്തമില്ല. അപ്പം ഞങ്ങൾക്ക് ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുള്ള ബാലറ്റ് അക്കൗണ്ട് പരിശോധിക്കാൻ എല്ലാ ബൂത്തിലും 180 ബൂത്തിലും പരിശോധിച്ചിട്ടാണ് അല്പം വൈകിയതെന്ന് പറയാം. രണ്ട് കണക്കും വ്യത്യസ്തമാണ്, സൈറ്റിലുള്ളതും പത്രത്തിലുള്ളതും വ്യത്യസ്തമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം 70.51 ഫൈനലായിട്ടുള്ള കണക്ക്. ഇപ്പോൾ പോളിംഗ് ശതമാനം, ഈ പോളിംഗ് ശതമാനം വെച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാളും 1% പോളിംഗ് ആണ് കുറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് 9707 വോട്ടിൻ്റെ വ്യത്യാസമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തിയ പ്രചരണങ്ങൾ അത് ഏത് ഭാഗത്ത് നടന്നു എന്നറിയില്ല. പാലക്കാട് നഗരസഭയിൽ വോട്ട് വളരെയധികം വർദ്ധിച്ചു, കുറഞ്ഞു. അത് BJPക്ക് മേൽക്കൈയുള്ളതാണ് പാലക്കാട് നഗരസഭ. അതുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ 75% അല്ലേ? ആദ്യം ചാനലിൽ കാണിച്ചത് വൈകുന്നേരം 75% പാലക്കാട് നഗരസഭയിൽ നിന്ന്. പിന്നെ ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് 71%. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന കണക്ക് പ്രകാരം 67% ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും 74 കഴിഞ്ഞ തവണ. 75. പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രം 75 നടന്നു, 70%. അത് 67% എന്ന് വെച്ചാൽ 8% കുറവാണ് പാലക്കാട് നഗരസഭയിൽ പോളിംഗിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് പ്രായിരിയിൽ 1% വ്യത്യാസം അല്ലേ? 1% ലോക്സഭയായിട്ട് 1% വ്യത്യാസമുള്ളൂ. അവിടെ 71% അവിടുത്തെ പോളിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒട്ടും വോട്ട് കുറഞ്ഞിട്ടില്ല. BJPയുടേതാണെന്ന് പറയപ്പെടുന്ന മേഖലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 8% കുറഞ്ഞിരിക്കുകയാണ്. മാത്തൂര് കണ്ണാടി പഞ്ചായത്തിലേക്ക് പോളിംഗ് വർദ്ധിച്ചിരിക്കുകയാണ്, ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് കൂടിയതിനനുസരിച്ചുള്ള ഉയർച്ച പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഷാഫിക്ക് 2021 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും 2024 എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതിൽ ഒരു കാര്യം പറയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് UDFന് വലിയ ഒരു നേട്ടമാണ്. ആദ്യമൊക്കെ ഒരുപാട് പുകമറകളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയി. ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു മുന്നണിയല്ല, രണ്ട് മുന്നണിയും തുടക്കത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്കറിയാം, ഓരോ വിവാദങ്ങൾക്കും ഒപ്പം നിന്ന് കോൺഗ്രസിനെയും UDFനെയും ഒറ്റപ്പെടുത്താനാണ് ശ്രമം നടത്തിയത്. അതിലൊരു അജണ്ടയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത്. അങ്ങനെ ഉണ്ടാക്കിയ വിവാദങ്ങളും പുകമറകളും അവസാനിച്ച് ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം ഉയർത്തി കാണിക്കാൻ നേരെ ചൊവ്വെ വളരെ സത്യസന്ധമായി വളരെ ആത്മാർത്ഥമായി ഒരു ദുരാരോപണം നടത്താതെ വളരെ ക്ലീൻ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളുള്ളത്. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹം അറിയേണ്ട വിഷയങ്ങൾ, അത് രാഷ്ട്രീയമാണെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം. ആ നേട്ടം, ഈ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം UDFനാണുള്ളത്. ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് മാധ്യമങ്ങളും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായ മറുപടി നൽകിയിരുന്നു. ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റി
UDF മേൽക്കൈ ഉണ്ടാകും. 3 പഞ്ചായത്തിലും UDF മേൽക്കൈ ഉണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് എന്റെ അഭിപ്രായത്തിൽ UDF ഏകദേശം കണക്കനുസരിച്ച് ഷാഫി പറയാ 5 അക്കമാണ്. ഞാൻ 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാകും. ഒരു സർവകാല റെക്കോർഡ് UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ പ്രചരണങ്ങൾ നടത്തും, ഇല്ലാത്ത കഥകൾ കുറെ പറഞ്ഞുണ്ടാക്കുകയും കുറെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കുറെ മീഡിയ സ്പേസും വാർത്തയൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടു കൂട്ടർ നിർത്തിയിട്ടില്ല. ഇന്നലെ ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്താ? BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരത്തിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി, UDF ശക്തി കേന്ദ്രമായിട്ടുള്ള പിരാരിയിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞു. സത്യമല്ല? ഇന്നലെ ആദ്യം നടന്നൊരു പ്രതികരണങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ലേ ഇന്നലെ ആദ്യം പുറത്തേക്ക് വന്നു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് സ്ഥാനം പ്രഖ്യാപിക്കലും പോസ്റ്ററിലും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങള് ചാടിക്കേറിയപ്പോ പ്രതികരിക്കാതിരുന്നത് ഇതിന്റെ ഒരു കണക്ക് ബാലറ്റ് അക്കൗണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബാലറ്റ് അക്കൗണ്ട് ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ വോട്ട് അനുസരിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് പെർസെന്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഈ പറയുന്ന BJP നഗരത്തിൽ കൂടെയും പഞ്ചായത്തിൽ കുറയുകയും ചെയ്യുന്ന ഒരു സിനാരിയോ അല്ല ഉണ്ടായിട്ടുള്ളത്. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്. അതിന് കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പിരാരിയെ സംബന്ധിച്ചൊരു കാര്യം എടുക്കുക. പിരാരിയുടെ പോൾ വോട്ടിന്റെ കണക്കെടുക്കുക. 2021 BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പ് എന്ന് അവർ പറയുന്ന മെട്രോമാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 26,015 വോട്ടാണ് അവിടെ അന്ന് പോൾ ചെയ്തത്. 25,000 വോട്ടാണ് ലോക്സഭക്ക് പോൾ ചെയ്തത്. 26,200 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിരാരിയിൽ പോൾ ചെയ്തിരിക്കുക. ഈ 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇനിയിപ്പോ അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവർ വിളിക്കുന്നത് വെസ്റ്റിനെയാണ്. നിങ്ങൾ നോക്കുക, 16,223 വോട്ട് അന്ന് അവർക്ക് ടോട്ടൽ പോള് വെസ്റ്റിൽ വന്നു. ഇപ്രാവശ്യത്തെ വെസ്റ്റിലെ പോളിംഗ് എന്ന് പറയുന്നത് 15,930 ഇപ്പൊ 21 കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും BJPക്ക് ആശ്വസിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു കണക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്ന ബാലറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ മുമ്പാകെയും മാധ്യമങ്ങളുടെ മുമ്പാകെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശക്തി കേന്ദ്രങ്ങളുടെ വോട്ട് ചോർച്ചകളെ സംബന്ധിച്ച് ഇപ്പോ പല എക്സാമ്പിൾ അവർ പറഞ്ഞു UDF ശക്തി കേന്ദ്രത്തിൽ വോട്ട് കുറഞ്ഞു. നിങ്ങളിപ്പോ 4-ാം നമ്പർ ബൂത്ത് എടുക്കുക. 4-ാം നമ്പർ ബൂത്ത് കൽപ്പാത്തിയിലെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ 1-2 ബൂത്ത് ഒരു മോഡലായിട്ട് പഠിച്ചു. അപ്പൊ അവിടുന്ന് ഞങ്ങളുടെ ആളുകൾ ലിസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറയുന്നത് 72 ഐഡന്റിഫൈഡ് BJPക്കാർ അവിടെ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല, ആ ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ബൂത്തിന്റെയും കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എത്തും. ഒരാത്മവിശ്വാസക്കുറവും UDF സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നൽകുന്നില്ല. മാത്രമല്ല അവരുടെ ക്ലെയിം പോലും ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. കാരണം നഗരസഭയിൽ ഭയങ്കരമായിട്ട് വോട്ട് കൂടി എന്നവർ അവകാശപ്പെട്ടിട്ട് അവർ നടത്തിയ ക്ലെയിം തന്നെ 10,000-5,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ ക്ലെയിം ഇത് ആദ്യത്തെ അനുഭവമല്ല, ഓഫീസ് വരെ തുറന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. പാലക്കാട് എന്നൊരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല, നിങ്ങൾക്ക് ആർക്കും വേണ്ട, പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രതീക്ഷ. അതന്നെ അതിൽ ഇനിയിപ്പം മറ്റ് ചെറിയ വോട്ടുകളും കൂടെ ആഡ് ചെയ്യാനുണ്ട് പോസ്റ്റലിലും മറ്റേതും. പക്ഷെ വോട്ട് കൂടുക ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പ്രസക്തി
പിന്നെ റിയലിസ്റ്റിക് അല്ലാതെ പറഞ്ഞ പല കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ആ കണക്ക് അവരുടെ പാർട്ടി പോലും അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം അവകാശവാദങ്ങൾക്ക് മറുപടിയും പറയുന്നു. പ്രധാന ആരോപണം ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും കോൺഗ്രസിന്റെ ഏജന്റുമാരുടെ പുറത്തുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരായി കാണുന്നതിൽ അവസാനം ഒരു ആരോപണം ശക്തമായി പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു ബൂത്തിൽ ചെന്നപ്പോൾ തടഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ സീൻ ഉണ്ടാക്കാൻ നോക്കിയത്. അവിടെ കാത്തിരുന്നത് മുഴുവൻ അധികം UDF വോട്ടുകൾ പോൾ ചെയ്യാൻ ചെല്ലുന്ന ബൂത്തുകളിൽ. നിങ്ങൾ പോളിംഗ് വൈകിയ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നീണ്ട ക്യൂ ഉണ്ടായ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതൊക്കെ ഏത് കേന്ദ്രങ്ങളിലായിരുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെയൊക്കെ UDFന്റെ വോട്ടുകൾ രാത്രി വൈകിട്ടും പോൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ ഇപ്പൊ പ്രായരിയിലാണ് പോളിംഗ് തീരാൻ കുറെ വൈകിയ ഒരു സ്ഥലം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവര് വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ചില ഊഹാപോഹങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക എന്നുള്ളതല്ലാതെ ഇതൊന്നും റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒന്നല്ലല്ലോ. ഞങ്ങളുടെ ബൂത്തുകളെല്ലാം സജീവമായിരുന്നു. ഞങ്ങളുടെ ബൂത്തുകളിൽ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടുവരാനുള്ള മിഷണറി ഉണ്ടായിരുന്നു. സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്റെ ഇലക്ഷനോ ശ്രീകണ്ഠേട്ടന്റെ ഇലക്ഷനോ പോലും നടത്താത്ത അത്ര ഹൗസ് ക്യാമ്പയിൻ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നോട് തന്നെ നേരിട്ട് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇലക്ഷനൊന്നും പോലെയല്ലല്ലോ, ആളുകൾ കൂടുതലായിട്ട് ഇത്തവണ നമ്മുടെ ആൾക്കാർ വോട്ട് ചോദിച്ച് വരുന്നുണ്ടല്ലോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് തൊട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് പുറകിലോട്ട് എണ്ണുമ്പോൾ എവറി ഡേ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാലക്കാട് സംഭവിച്ചത് മുഴുവൻ. അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ പരസ്യം, അവരുടെ ഇടപെടലുകൾ, ഇവർ രണ്ടും തമ്മിലുള്ള നെക്സസ്, ഇങ്ങനെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അനുഭവമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇനി ബി ജെ പി സ്ഥാനാർത്ഥി ഇന്നലെ പറഞ്ഞു കേട്ടു, പിന്നെ ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഈ പാർട്ടിക്കകത്തെ കുഴപ്പങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു. പാർട്ടിക്കകത്തെ കുഴപ്പങ്ങളിൽ BJPയുടെ അത്ര കുഴപ്പം ഒരിക്കലും UDF ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അവരറിയും, BJP അറിയും, BJP സ്ഥാനാർത്ഥിയും അറിയും. ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി. ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,000 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി. ഇപ്പം ഏകദേശം പോളിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറുന്നു. ആ സാഹചര്യത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച കോൺഫിഡൻസ് ഉണ്ട്. കണക്കൂട്ടലും ഇപ്പൊ CJP ആയോ? അല്ല, അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു. അവരുടെ ഒരു മതേതര ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക CPM ചെയ്തത്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ മതേതര ബോധത്തെയും അവര് പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം അങ്ങനെ ഒരു പരസ്യം പിന്നെ ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവര് തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ CPM പ്രവർത്തകരിൽ പോലും അതൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പെട്ടി ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പരാതി 2 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി അവര് ചെയ്ത നാടകം. 2, തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ. അപ്പൊ അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോ അപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും. ജനങ്ങൾക്കിടയിൽ അതന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു. 2 മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല.
കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കല്ല സന്ദീപ് വാര്യർ പോയത്. അല്ല, സമയം BJP കളയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കായിരുന്നു, അവരേന്ന് ഒരാൾ പോയിട്ടാണ്. പക്ഷെ CPM എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ? BJP-ന്ന് ഒരാൾ മാറിപ്പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും AK ബാലൻ റീസെന്റ് ആയിട്ട് പറഞ്ഞതും MP രാജു പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ? ഞങ്ങളെ പ്രതിരോധിക്കേണ്ടി വരില്ലല്ലോ ചെയ്ത്, അവരെ എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്തത്. BJP-ന്ന് ഒരാൾ പോയപ്പോൾ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു BJP നേതാവിന്റെയും വിഭാഗീയ പ്രസ്താവനകളോ നിലവിലും BJP നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളോ ഇല്ല. BJP ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു, ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തിയത് ഇതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ? അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് ഇലക്ഷനെ പറ്റിയുള്ള പ്രവചനം നടത്താറുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് നോക്കിയാൽ അറിയാം, ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളുകൊള്ളയായിരുന്നു എന്നുള്ളത്. ഉള്ളിലൊക്കെ പുള്ളി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, 23-ന് അറിയാം. മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് പാലിക്കേണ്ട ചട്ടോ നിയമവും പാലിച്ചിരുന്നത് മാത്രമല്ല, വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കിയത്. ഇരട്ട വോട്ടുള്ള ഹരിദാസിന് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ കൊള്ളിച്ചു CPM-ന്റെ അണികളെ നേതാക്കൾ. ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല. ഇവര് തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഹരിദാസ് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരു 100 പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു തീർന്നു. നിങ്ങൾ കണ്ടതല്ലേ? ഇത് ആദ്യം മുതൽ ഇതല്ലേ? കോൺഗ്രസിനെ ആക്രമിക്കുക, UDF-നെ ആക്രമിക്കുക. അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ലീഗിനെ ആക്രമിച്ചു, UDF-നെ ആക്രമിച്ചു, പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസംഗിക്കാനല്ലേ ഇവിടെ വന്നത്? അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവര്, ഭൂമി നഷ്ടപ്പെട്ടവര് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരടുത്ത് എന്താ മറുപടി കൊടുത്തു? ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ്. രണ്ടുപേരും പ്രതികൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ, അവർക്ക് പുകമറ ആവശ്യമുള്ളൂ. ഞാൻ കരുതി ഇലക്ഷൻ കഴിഞ്ഞാല് ഈ പുകമറി വിവാദമൊക്കെ അവസാനിപ്പിക്കും. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിലെ പോളിംഗ് ശതമാനത്തെ കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന രണ്ടുപേരും നടത്തിയിരിക്കുക. അക്കാര്യത്തിലും വരുന്ന മഴ കഴിഞ്ഞിട്ടും മരം പെയ്യെന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഉണ്ടായിട്ടും ഈ 2 ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും ഒന്നായിട്ട് പ്രചരണം നടന്നാണ് കണ്ടത്. ഇവര് പറയുന്ന 3-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നുന്നു രണ്ടുപേരും. ഇവർ രണ്ടുപേരും 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ്. UDF-ന്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകിട വ്യത്യാസം വന്നിട്ടില്ല. മാത്രമല്ല, ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് ഇലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, അതിന്റെ ഇരട്ടി അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12,000-ന് മീതെ UDF ഭൂരിപക്ഷം നേടും. നിങ്ങൾ എഴുതി വെച്ചോ, പാലക്കാട് നഗരസഭയിൽ UDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും. അദ്ദേഹത്തിന് ചോദിക്കണം. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച്, കേരളത്തിൽ സമീപ ഭാവിയിൽ RSS പശ്ചാത്തലമുള്ള ഒരു BJP-യുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാ? ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോ എന്തെല്ലാമാണ് AK ബാലനും MP രാജും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത്. എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട്, പൊതു സമൂഹത്തിലുണ്ട്? ഏറ്റവും നല്ല കേഡറാണെന്ന് പറഞ്ഞ ആളല്ലേ
MP രാജേഷ് ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണെന്ന സർട്ടിഫിക്കറ്റ് ചാടിക്കേറി 24 മണിക്കൂറിൽ കൊടുത്തവരല്ലേ? അവരല്ലേ ഈ പരസ്യം മുഴുവൻ കൊടുത്തത്? ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരാൾ BJPയിലേക്ക് ചേർന്നാൽ കേരളത്തിലെ നവമാധ്യമ രംഗത്ത് CPM ചെയ്തത് എന്താ ചെയ്ത്? കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക. കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, ഇതുപോലെ മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തിയ ആ പാർട്ടിയുടെ വക്താവായ ആൾ മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങളാണ്, അതിനു മുമ്പിൽ ഞങ്ങളാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു വാക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവനകളും വളച്ചൊടിച്ച് വ്യാജമായിട്ടുണ്ടാക്കി കയ്യിൽ നിന്ന് കാശെടുത്ത് പത്രത്തിൽ കൊടുത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരം. ഇതുപോലെ തന്നെ വേറൊരു അജണ്ടയാണ്. ഇവര് നേരത്തെ കൂട്ടി അജണ്ട തയ്യാറാക്കിയിരുന്നു. തൃശ്ശൂർ പോലെ ഒരു അട്ടിമറി ഇവർ രണ്ടുകൂടെയും അവിശുദ്ധ ബാന്ധവം നടത്തി. ആ അവിശുദ്ധ ബാന്ധവം നേരത്തെ തിരിച്ചറിഞ്ഞ് തുടക്കം മുതലേ അതിനെതിർത്ത് ശക്തമായി നേരിട്ടത് UDF ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുലുക്കുമില്ല. ഇതിന്റെ നഷ്ടം ഇരുചേരിയിലുണ്ടാവും. അത് എത്രമാത്രം നഷ്ടം, എത്രമാത്രം ആളപായം BJPയിലും CPMയിലും ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവരൊക്കെ കാളടച്ച് പ്രചാരണം നടത്തിയിട്ടും ഒരാഴ്ചയിലധികം തെരഞ്ഞെടുപ്പ് മാറ്റി മൂലമുള്ള ഒരാഴ്ചയിലധികം പ്രചാരണത്തിൽ കിട്ടുകയൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന 7% അല്ലെങ്കിൽ 8% കുറവുണ്ടായത് ശരിക്കും പറഞ്ഞാല് ഒരിക്കലും 7% എവിടെ കുറഞ്ഞു? 74 സംതിങ് ആണ് കഴിഞ്ഞ നിയമസഭയിൽ, 72% പാർലമെന്റ്. അതെങ്ങനെയാണ് 7%? ഇപ്പൊ 71 കൂടുതൽ. അവസാന കണക്ക് പോസ്റ്റൽ വോട്ടുണ്ട്, 85 വയസ്സ് കഴിഞ്ഞവരുടെ ഉണ്ട്. അതും കൂടെ ഇതിൽ ചേർത്താനുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ബാലറ്റ് അക്കൗണ്ടിൽ ആ കണക്കില്ല. അതും കൂടെ ചേർത്താൽ 71% ഉറപ്പായിട്ടും വരും. ആ കുറവ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിനും കുറവ്. ഒരു ജനറൽ ട്രെൻഡ് ഉള്ള സമയത്തല്ല. നിങ്ങൾക്കറിയാം, പാലക്കാട് മാത്രം തെരഞ്ഞെടുപ്പ് എത്രങ്ങാനും ആളുകളാണ് പുറത്തുള്ളത്. എന്നിട്ടും പരമാവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറമേ ഉള്ളവരെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. വിദേശത്തുള്ളവര്, അന്യ സംസ്ഥാനത്തുള്ളവര്, ജോലിയിൽ ഏർപ്പെട്ടവര്, മറ്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോയവര്, പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, മൊത്തത്തിൽ അവധിയല്ല. കർണാടകയിൽ അവധിയില്ല, തമിഴ്നാട് അവധിയില്ല, പാലക്കാട് ലോക്കൽ അവധി മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും ശതമാനം എത്തിച്ചു എന്നുള്ളത് വലിയ വിജയമാണ്. ജനങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ദേശീയ ഗവൺമെന്റിനെതിരായിട്ട്, സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് വികാരം കത്തി ആളി നിൽക്കുകയാണ്. ഇതുപോലെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം UDFന് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും. ഞങ്ങളുടെ പ്രഡിക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് മനസ്സിലാക്കി. നേരത്തെ ബൂത്തിൽ ഉച്ചതിരിഞ്ഞ് ആളില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ 70ഓളം ബൂത്തിൽ പോയി. ഷാഫി അത്രത്തോളം ബൂത്തിൽ പോയി, അതിനേക്കാൾ കൂടുതൽ പോയി. വൈകുന്നേരം 5 മണിവരെ ബൂത്ത് സന്ദർശിച്ച ആൾക്കാരാണ്. ചീഫ് ഇലക്ഷൻ ഏജന്റ് ഷാഫിയും രാഹുൽ 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും പോയി. എല്ലായിടത്തും കോൺഗ്രസ് ക്യാമ്പിൽ, UDF ക്യാമ്പിൽ, UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല. നിസ്സാര വോട്ടുകളാണ് പല സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് BJPയുടെ ശക്തി കേന്ദ്രമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച പ്രദേശത്ത് പോലും അത്രത്തോളം വോട്ട് എത്തിയിട്ടില്ല. ഇനി ഇതെല്ലാം നേരെ ചൊവ്വയുള്ള കാര്യങ്ങളാണ്. BJPയിലെ പള്ളപിണക്കും ആഭ്യന്തര വഴക്കും അതിരൂക്ഷമായി രംഗത്ത് വന്ന ഒരു കാലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം. അതിന്റെ പ്രതിഫലനം എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് BJPയുടെയും CPMന്റെ അവിശുദ്ധ ബാന്ധവം ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞ് നല്ല വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഷാഫിയെ പോലെ താഴെത്തട്ടില് പ്രവർത്തകരെയും ജനങ്ങളെയും കാണുന്ന ഒരു ജനപ്രതി ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ഈ 14 വർഷക്കാലം ഇവിടുത്തെ ബൂത്തിൽ പോയിട്ട് പ്രവർത്തകരെയല്ല, ഓരോ കൊച്ചു കുട്ടികളെയും നേരിട്ടറിയും, ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയും. നിങ്ങൾക്ക് ഇത്രയും ഒരു മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയപ്പോൾ ഉള്ള അനുഭവം എന്താ? ഇതുപോലെ ജനപ്രിയനായിട്ടുള്ള ഒരു ജനപ്രതി പാലക്കാട് ഉണ്ടായിട്ടില്ല.